ഇപിയുടെ പരാതിയിൽ കേസെടുക്കാനാകില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കാനാകില്ല. മാത്രമല്ല രാഷ്ട്രീയ ഗൂഢാലോചന അത് പോലീസിന് അന്വേഷിക്കാനാകില്ല എന്നാണ് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ഈ പരാതിയിൽ കെ സുധാകരൻ കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. സ്മൃതി, തുടക്കത്തിൽ തന്നെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടം മുതൽക്ക് തന്നെ ആകെ പ്രതിരോധത്തിലായ ഇ.പി. ജയരാജൻ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് തടി ഉയരണമെന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് CPM-നെ സംബന്ധിച്ച് പാർട്ടിക്കകത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പൊതുവായ ഒരു അഭിപ്രായ പ്രകടനവും ഈ പറഞ്ഞ ശബ്ദത്തിൽ ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ പറയുന്നതിന് തിരിച്ചു കേൾക്കാം. ഒന്ന് ഇവിടെ പരിഹരിക്കുന്നതായിരിക്കും. ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇ.പി. ആകെ പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് എങ്ങനെ ഇതിനകത്ത് ഈ വിവാദത്തിൽ നിന്ന് തടിയൂരുമെന്ന് കണക്ക് കൂട്ടി നിൽക്കുമ്പോഴാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതും മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുസമൂഹമാകെ ഇ.പി.യുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായൊരു പിഴവുണ്ടായിരിക്കുന്നു, BJP-യിൽ ചേരാനുള്ള നീക്കം ഉണ്ടായിരിക്കുന്നു എന്ന പൊതു വിലയിരുത്തലിന്റെ അടിസ്ഥാനം തന്നെ ഇ.പി. ഒരു പക്ഷേ LDF കൺവീനർ സ്ഥാനത്തൊന്നോ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ നടപടിയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊന്നുമല്ല നടന്നത്. ഇ.പി. ജയരാജൻ വളരെ ആധികാരികമായി കെ സുധാകരൻ ഉൾപ്പെടെ ഇ.പി. ജയരാജന്റെ BJP പ്രവേശനം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് മാധ്യമങ്ങളോട് പറയുന്നു. അത് തൊട്ടടുത്ത ദിവസം, തെരഞ്ഞെടുപ്പ് ദിവസമാണ്, കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇ.പി. ജയരാജൻ ശരിവെക്കുകയാണ്. അതെ, ഞാൻ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ മകന്റെ ഫ്ലാറ്റിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം അത് അംഗീകരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എല്ലാ തരത്തിലും ഈ വാദങ്ങളെയെല്ലാം ഈ പറഞ്ഞ് ഇവര് ഗൂഢാലോചനയെന്നും രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമം എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ആ ഇ.പി. ജയരാജന്റെ BJP പ്രവേശനത്തെ കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെ പുറത്തു പറഞ്ഞപ്പോൾ അത് ആ വിഷയത്തിൽ പ്രതിക്കൂട്ടിലായ CPM, അത് എന്തുകൊണ്ടാണ് CPM-നെ ആകെ പ്രതിക്കൂട്ടിലാക്കിയത്? ഇ.പി. ജയരാജനെ മാത്രമല്ലല്ലോ. പല ആളുകളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ ഇ.പി. ജയരാജനോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ്, ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിരുന്നു, ചില രാഷ്ട്രീയ അന്തർധാരകളുടെയൊക്കെ ഭാഗമാണ് എന്ന ഒരു തലത്തിലേക്ക് ആ വിവാദം, ആ ഇ.പി. ജയരാജന്റെ BJP പ്രവേശന ആരോപണമൊക്കെ മറ്റൊരു തലത്തിലേക്ക് മാറുമ്പോഴാണ് ഇ.പി. ജയരാജനെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. CPM സംസ്ഥാന സെക്രട്ടറി യോഗം കൂടിയിട്ട് തീരുമാനിച്ചെന്താ? ഇ.പി.യുടെ എല്ലാ വാദങ്ങളെയും അംഗീകരിക്കുന്നു, ഇ.പിക്ക് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ, അങ്ങനെ ഒരു സഖാവല്ല ഇ.പി. എന്ന് പറഞ്ഞ് ഇ.പിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നു. ഇതിനകത്തുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾക്കെതിരെ, ഈ BJP ബന്ധം പുറത്തു പറഞ്ഞ ആളുകൾക്കെതിരെ പരാതി നൽകാൻ പാർട്ടി തീരുമാനമാണ്. ഇ.പി. അപ്പോഴും തയ്യാറായിട്ടില്ല. പാർട്ടി തീരുമാനത്തിന്റെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസിന് DGP-ക്ക് ഇ.പി. ജയരാജൻ പരാതി നൽകുന്നത്. ആ പരാതിയാണ് നന്ദകുമാറിനെതിരെയാണ് അദ്ദേഹത്തിന് ആദ്യം പരാതി ഇല്ലാതിരുന്നത്. പിന്നീട് പാർട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നന്ദകുമാറിനെതിരെ കൂടി പരാതി നൽകുകയായിരുന്നു. അത് കേസ് കൊടുക്കുന്ന കാര്യത്തിലാണ് ആ രൂപത്തിൽ വന്നത്. ബാക്കി BJP നേതാക്കളെയും കെ സുധാകരനെയും അദ്ദേഹം വിമർശിക്കുന്നതായിരുന്നു. അവരുടെ ഗൂഢാലോചന എന്ന് അദ്ദേഹം നേരത്തെ പറയുന്നുണ്ടായിരുന്നു. എന്തുകൂടെ ഈ വിഷയത്തിൽ ശ്രീ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കി, ശോഭാ സുരേന്ദ്രനെയും കെ സുധാകരനെയും ദല്ലാൽ നന്ദകുമാറിനെയൊക്കെ കൂട്ടിക്കെട്ടിയിട്ടാണല്ലോ ഇവർ ഈ ഗൂഢാലോചന വാദമൊക്കെ ഉന്നയിക്കുന്നത്. ഇ.പി. ജയരാജൻ സ്മൃതിയോടെ സൂചിപ്പിച്ചതുപോലെ ദല്ലാൽ നന്ദകുമാറിന്റെ വിഷയത്തിൽ ഇ.പി. തൊടാൻ തയ്യാറായിട്ടില്ല. കാരണം ഈ പ്രകാശ് ജാവദേക്കറെ കൂട്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ ചർച്ചയ്ക്ക് മുന്നിൽ നിന്നും ഇടനിലക്കാരനിൽ നിന്നുമൊക്കെ ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാറാണ്. ശോഭാ സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി അറിയുന്നത് പാർട്ടിക്കാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനകത്ത് ഇടപെട്ടതുകൊണ്ടും കെ സുധാകരന്റെ വിഷയം കൂടി ഉണ്ടല്ലോ. കെ സുധാകരൻ പിന്നീട് പാർട്ടി പ്രസിഡന്റ് സ്ഥാനം കിട്ടിയപ്പോൾ അദ്ദേഹം പിന്നീട് മിണ്ടാതായി എന്നാണല്ലോ പറയുന്നത്. പറയുമ്പോൾ നന്ദകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം എടുത്താൽ പോരല്ലോ. അങ്ങനെയൊന്നും അതൊക്കെ അല്ല, അങ്ങനെ അങ്ങ് പറയും. ഇത് കുറെ കാലമല്ലോ കെ സുധാകരനെതിരെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും ആവർത്തിച്ച് ഒരു വശത്ത് CPM-ഉം കേരളത്തിൽ ഈ പറഞ്ഞ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പറഞ്ഞ കുറെ ആളുകളൊക്കെ വന്നിട്ട് ഇതാ കെ സുധാകരനെ BJP-യിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ചർച്ച നടത്താൻ തുടങ്ങിയിട്ട്, പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇന്ന് ഈ വർഷങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായി തുടരുന്നു. BJP-ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമൊക്കെ ഇന്ന് ഈ ഞാനും സ്മൃതി ഉൾപ്പെടെ ചർച്ച നടത്തുമ്പോൾ ശ്രീ കെ സുധാകരൻ ഡൽഹിയിലാണ്. BJP-ക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡൽഹിയിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ, ഇത് CPM നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അവർ പ്രതിക്കൂട്ടിലാകുമ്പോൾ അത് കെ സുധാകരന്റെ തലയിൽ കൊണ്ടിട്ട് രക്ഷപ്പെടലല്ലോ.
ഇവിടെ ആകെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് CPI നേതാക്കളും EP ജയരാജനുമാണ്. ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഗൂഢാലോചന പോയിട്ട് ഒരു തരത്തിലുള്ള മറ്റു ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് പറയുന്നത് കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് തന്നെയാണ്. ഇവിടെ കാള പെറ്റു കേൾക്കുമ്പോൾ കാലെടുക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ്. ഇതിനു മുമ്പ് ഈ പറഞ്ഞ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരടിസ്ഥാനവും ഇല്ലാതെ ഈ പറഞ്ഞ പല ആളുകളെയും വേട്ടയാടിയിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്, ജയിലിലടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയാണ് EP ജയരാജന്റെ ഒരു ഗൂഢാലോചന കേസും കൊണ്ട് പാർട്ടി തീരുമാനപ്രകാരം കൊടുത്ത കേസ്. അതിനകത്ത് എത്രത്തോളം ആത്മാർത്ഥമായി പോലീസ് അന്വേഷിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ LDFന്റെ കൺവീനർ EP ജയരാജൻ കൊടുത്ത ഒരു കേസിനകത്ത് പോലീസ് വളരെ കൂലങ്കഷമായി അന്വേഷിച്ചിട്ടുണ്ടാവും. ഗൂഢാലോചന പോയിട്ട് എന്തെങ്കിലും ഒരു തരിമ്പ് ഇതിനകത്തുണ്ടെങ്കിലും അത് പോലീസ് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. മാത്രമായിരുന്നു ഇത് പോലീസിന് അന്വേഷിക്കാവുന്ന കാര്യമല്ല എന്നുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും സ്മൃതി? അതെ, അതെന്തുകൊണ്ടായിരിക്കും? കോടതി നിർദ്ദേശം കിട്ടിയാൽ വേണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. കോടതിയിൽ പോയാലും നടക്കുന്ന കാര്യമെന്ന് പോലീസിന് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് ഇങ്ങനെ കുറച്ച് ആളുകൾ വായിൽ തോന്ന് വിളിച്ചു പറഞ്ഞത് പോലീസിൽ ഒരു പരാതി എഴുതി കൊടുത്തതിനെ കൊണ്ട് അങ്ങനെ പോലീസ് അന്വേഷിക്കാൻ വേണ്ടി കഴിയുമോ? പോലീസ് പരാതി കിട്ടുമ്പോൾ അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുമല്ലോ, അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊരു സാമാന്യ പരിശോധന നടത്തുമല്ലോ. അതിനകത്ത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് കേവലം ഒരു രാഷ്ട്രീയ തടി തപ്പലിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ് എന്ന് കൃത്യമായി അറിയാം. അത് നന്നായി അറിയുന്ന ആളുകൾ തന്നെയാണ് ഈ പറഞ്ഞ പരാതി കൊടുക്കാൻ പറഞ്ഞ ആളുകൾ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയതിനു വേണ്ടി നടപടി മാത്രമായിരുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.